എന്തൊരു അത്ഭുതം മണി ഇത്. എന്തൊക്കെയൊക്കെയോ നടന്നു. എന്തായാലും ദൈവത്തിന് സ്തുതി. ഇപ്പൊ മനസ്സിലായില്ലേ ദൈവം ഉണ്ടെന്ന്. ഞാൻ അനുഭവിച്ചൊരു ടെൻഷൻ ഇതേ. അച്ഛൻ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ നോ പറയും? പിന്നെ സംഭവം ശരിയാണ്, നല്ല കാര്യമാണ്. ഇത് നടത്താൻ വേണ്ടി ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞ ഈശ്വര, ശ്രീധനൊന്നും വേണ്ട, ഓക്കെ. പക്ഷെ കല്യാണം നടത്തണ്ടേ? ഇന്നത്തെ സിറ്റുവേഷനിൽ ഇത്ര ആർഭാടമായിട്ട് നടത്തണം. ഈ വീടിന്റെ ബാധ്യത തന്നെ തീർന്നിട്ടില്ല. എല്ലാവർക്കും ഒപ്പം നടത്തിയല്ലേ പറ്റുള്ളൂ. നമുക്ക് മാറിയിക്കാൻ പറ്റുമോ? പൈസ ഇല്ലെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും വിശ്വസിക്കും നമ്മുടെ പൈസ ഇത്രയും വലിയ വീട് ഉണ്ടാക്കി വെച്ചിട്ട്? ഞാൻ ആലോചിച്ചു വീട് മെയിൻ്റെനൻസിന് എത്ര വേണം, പിന്നെ ആഭരണം എടുക്കണം, അത് വേണം ഇത് വേണം. സദ്യ, ഹോള്, ഉടുപ്പ്, ഫോട്ടോ, വീഡിയോ. അതിശയം തന്നെ ഇത്. സത്യത്തിൽ ഒരു അത്ഭുതം തന്നെ കേട്ടോ. അല്ല, നമ്മളായിട്ട് പറഞ്ഞു മുടക്കി കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ചീത്തപ്പേര് അനുഭവിക്കേണ്ടി വന്നു. ഇതിപ്പോ അവരായിട്ട് തന്നെ. അച്ഛൻ എനിക്ക് പയ്യന്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പം ഒന്ന് മാറ്റി ചിന്തിച്ചാലോ എന്ന് ആലോചിക്കാം. എന്തോന്ന് മാറ്റി ചിന്തിക്കാൻ? മറ്റേ പയ്യനേക്കാൾ ആള് കുറച്ച് മോഡേൺ ആണ്. അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. ചേച്ചിയുടെ എന്താണോ താല്പര്യം അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യും. എനിക്കും വിരോധമൊന്നുമില്ല. അയ്യോ മക്കളെ, അതെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ഇത് കല്യാണം നടക്കത്തില്ല മോളെ. അപ്പൂപ്പൻ വിളിച്ചിട്ടേ എന്തോ പയ്യനെന്തോ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു. പയ്യ അമ്മന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവരപ്പൂവിനെ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ താല്പര്യമില്ല, ഇപ്പൊ ഉടനെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. നടക്കത്തില്ലെന്ന് പറഞ്ഞു? അയ്യോ, എന്റെ ചേച്ചി ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു, ഒരുപാട് മോഹിച്ചായിരുന്നു. അയാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലേടി? ഇഷ്ടപ്പെട്ടാണില്ല. ഇവളെ ഫോട്ടോ അയച്ചു കൊടുത്തോ? അപ്പൂപ്പ അയച്ചു കൊടുത്തിരുന്നു. ഇഷ്ടപ്പെട്ടാണല്ലേ ചേച്ചി? നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. പണിയായി. കുഴപ്പമില്ല, വേറെ നല്ലത് വരുമായിരിക്കും അല്ലേ ചേച്ചി? എന്നാലും ഞാൻ എന്താ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചോ. നല്ല പയ്യനായിട്ട് ഇവര് ഭയങ്കര മാച്ചായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ക്രോപ്പൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. ഞങ്ങള് രണ്ടുപേരെ ഫോട്ടോയും കൂടി പിങ്കി എഡിറ്റ് ചെയ്ത് നോക്കി. മക്കളെ, പോട്ട് നമുക്കേ ഇതുപോലെയുള്ളൊരു ചെറുക്കനെ നോക്കാം. മോഡേൺ ആയിട്ടുള്ള ഇതുപോലെ ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതുപോലെ ഇത് മാത്രമല്ലേ കാണും. ഒരു സദ്യ തിന്നാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. കുഴപ്പമില്ല, ചേച്ചി വാങ്ങിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. ചേച്ചി എന്തിനാ സദ്യ വാങ്ങിച്ചേർന്നെ? പിങ്കി, പിങ്കി, എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചേ? രവിയേട്ടാ, രണ്ടെണ്ണം കൂടി ഒപ്പിച്ചിട്ട് അവസാനം നമ്മൾ ആരായി? പിങ്കി, ശരിയല്ല കേട്ടോ മോളെ. വളരെ തല്ലുകൊള്ളേണ്ട കേസാണ്. പിന്നെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആവശ്യമൊക്കെ ആയതുകൊണ്ട് അച്ഛനമ്മ ഇപ്പൊ ഒന്നും നമ്മുടെ സിറ്റുവേഷനും കൂടെ ഇങ്ങനെ ആയതുകൊണ്ട് ആരടുത്തും പറയാനൊന്നും നിൽക്കണ്ടേ. ഇതിപ്പോ ഇങ്ങനെ അങ്ങ് പോയല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഒരു സത്യം ചെയ്തു തരണം, നിങ്ങൾ രണ്ടുപേരും. എന്തോന്ന് സത്യം? സത്യം എന്താണെന്ന് പറയാം. ഇനി ഞങ്ങളുടെ സമ്മതം ഇല്ലാതെ ഇതുപോലുള്ള പെണ്ണ് കാണൽ ചടങ്ങോ ഇങ്ങനത്തെ കാര്യങ്ങളോ പറഞ്ഞുകൊണ്ട് വരരുത്. ഒന്നാമത്തെ കേസ്, ഞാൻ പറഞ്ഞ പോലെ ഒളിമ്പിക്സിന് എനിക്കൊരു മെഡൽ അടിക്കണം. പിന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ എനിക്കൊരു ജോലി വേണം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ആലോചിക്കാം കല്യാണം. അതും ഒറ്റ ആളെ, അല്ലാതെ ഈ 10-15 പേരെ കണ്ട് എനിക്ക് ഓരോരുത്തരുടെ മുമ്പേ ചായയും കാപ്പിയും ഒന്നും ഇട്ട് കൊടുക്കാനൊന്നും വയ്യ. മടുപ്പാണത്. ഇതേ സെയിം കാര്യമാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പഠിക്കാനും ജോലി നേടാനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കല്യാണ പ്രായമാണെന്ന് എനിക്ക് തോന്നുമ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പം മതി കല്യാണം. പ്രോമിസ്. ശരി, പ്രോമിസ്. അമ്മ അവരുടെ ഇഷ്ടം പോലെ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ. ഓക്കെ, നിങ്ങളുടെ ഭാവി നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ. ഫോൺ അമ്മ വിളിക്കുന്നു. അമ്മ പറ. അമ്മ കല്യാണല്ലേ റിങ്കിക്ക?
ആ എനിക്കറിയാം ആ മറ്റേ ബാലമാമന്റെ ആ ബോംബെയില്. ആ അയ്യോ അത് നല്ല ആ ആ ആ അമ്മ ഇപ്പൊ എന്തായാലും റിങ്കിയെ ഉടനെ കെട്ടിക്കുന്നില്ല, ഉറപ്പാണ്. ഇല്ലമ്മ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇല്ല നടക്കൂല. ശരി.